ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷവായ മന്തി കഥയാണ് കേട്ടോ. അതിനുവേണ്ടി നല്ലൊരു മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഞാനിതാ ചിക്കൻ അങ്ങോട്ട് പുരട്ടി ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ അരിഞ്ഞിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ട് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വേവിക്കണം. ഇപ്രാവശ്യം ഞങ്ങൾ പുറത്തുനിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ സ്റ്റൗ ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പുറത്താണ് കേട്ടോ വെച്ചത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം, അകത്തുനിന്ന് ഇങ്ങനെ തിങ്ങി കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ നമ്മൾ ഗ്രൈൻഡറിൽ അരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മൾ ബോട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അരവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നല്ല സ്പെഷ്യൽ ദിവസമാണ്. ഇന്ന് 31 രാത്രി 12 മണിക്ക് എല്ലാ ബോട്ടുകളും കേരള തീരത്തുനിന്ന് ഇനി മീൻ പിടിക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ ഭരത്തുമോൻ ഇതാ എല്ലാം ആസ്വദിച്ച് ടി വി ഒക്കെ കണ്ട് കാർട്ടൂണൊക്കെ കണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാനും അമ്മയും പരിപാടിയിലാണ്. അപ്പോൾ 2 മണിക്കൂർ ആവണം, 11:15 ഒരു 12 മണി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ പരിപാടികൾ തുടങ്ങാൻ പറ്റുള്ളൂ. നമ്മുടെ ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ വിചാരിച്ച് പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വരാമെന്ന്. ഇന്നങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരം ചാറി പിന്നെ അങ്ങോട്ട് പോയിട്ട്. എന്നാലും നമ്മളെ മുറ്റത്ത് ചെറിയ രീതിയിൽ ഉറവുള്ളതുകൊണ്ട് തന്നെ മഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി വരാം, എന്നിട്ട് ചിക്കൻ്റെ പരിപാടികൾ നോക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഞാനിവിടെ കിണ്ടിന്നാണ് കേട്ടോ പറയാം, അതിൽ ശീബോധിയൊക്കെ വെക്കാറുണ്ടോ? ഞങ്ങൾ ഇവിടേക്കൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാനെൻ്റെ ചെടികളൊക്കെ ഒന്ന് പോയി നിരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഓണമായപ്പോഴത്തേക്ക് നമ്മളെ ജമന്തിയൊക്കെ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. പൂവൊക്കെ കരിഞ്ഞു പോയിട്ട് ഇനി അടുത്ത പൂ വരണം. അപ്പോൾ എൻ്റെ കുഞ്ഞു ഗാർഡനാണ് ഗൈസ് ഇത്. ഇതൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ഈ അടുത്ത് വെച്ചതാണ്. ഇപ്പോൾ ഇന്ന് വെട്ടിക്കൊടുക്കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒത്തത്ത് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ ഒരുപാട് പൂക്കളൊന്നും ഇല്ല, ചെറിയ വെൽവെറ്റൊക്കെ ഈ അടുത്ത അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി വരുന്നുള്ളൂ കേട്ടോ. പിന്നെ കാശിത്തുമ്പുണ്ട്. പിന്നെ ഈ മതിലിലേക്ക് നമ്മളിങ്ങനെ കയറി പിടിച്ച് ഇത് 4 മണി ചെടിയോ അങ്ങനെ എന്താണ് കേട്ടോ. പിന്നെ നമ്മുടെ അരിനെല്ലിക്ക ഇതാ ഗൈസ്, ഇപ്രാവശ്യം അരിനെല്ലിക്ക ഈ അടുത്തൊന്നും ഉണ്ടായില്ല, കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ വീട്. ഇനി നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് പോകണം. അപ്പോൾ കുറച്ച് നേരം മുറ്റത്തൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് എൻ്റെ മുഖം ഒന്നും അത്ര അങ്ങോട്ട് പോരാ, സാരില്ല, എന്നാലും നിങ്ങൾ ഒന്ന് കണ്ടോളൂ. അങ്ങനെ അതാ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഓൾ സ്പൈസസ് ഇടുന്നുണ്ട്. പിന്നെ മന്തിക്ക് ഉണക്ക നാരങ്ങ നിർബന്ധമാണല്ലോ, അതൊക്കെ ഇടണം കേട്ടോ. അപ്പോഴേക്കും ഞാൻ പോയിട്ട് വേഗം ഒരു ചമ്മന്തി അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ. അപ്പോൾ നമ്മളിത് നേരത്തെ ചിക്കനിലേക്ക് മസാല പുരട്ടാൻ വേണ്ടി ഒരു ചമ്മന്തി ഒരു മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലോങ് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. ഞാനത് ഷോർട്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കാണണം കേട്ടോ. ഷോർട്സ് കണ്ടിട്ടാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം നമുക്കൊരു അടിപൊളി ചട്നി ഉണ്ടാകണം, മന്തി ചട്നി. അതിന് വേണ്ടി ഒരു തക്കാളിയും പിന്നെ എന്താ നമ്മുടെ മല്ലിയില, പുതിനയില, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടോ. അപ്പം ഞാൻ വേഗം പോയി ആ വെള്ളത്തിലേക്ക് ഇത് ഓൾ സ്പൈസസ് പിന്നെ ഉണക്ക നാരങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് അരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ അരി ഒന്ന് ജസ്റ്റ് നമ്മൾ ചോറ് ജസ്റ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. ബാക്കി പരിപാടികളൊക്കെ നമുക്ക് ഇനി പിന്നെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് വെന്താൽ മതി. ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ ഓയിൽ ഒഴിച്ചത് കേട്ടോ. അങ്ങനെ ഉപ്പും ഓയിലൊക്കെ ഇട്ടിട്ട് ചോറ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം എക്സ്ട്രാ വേണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തിളപ്പിക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ റൈസിൽ ഒഴിക്കാം. അപ്പോഴേക്ക് ഇതാ ചോറൊക്കെ സെറ്റാണ്. വേവൊക്കെ നോക്കാം, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് വെന്തിട്ട് അമ്മ ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ചോറ് ഊറ്റുമ്പോഴത്തേക്ക് ഞാൻ വേഗം പോയി കുക്കറിൽ വിസിലൊക്കെ അടിച്ച് ചിക്കൻ റെഡിയാക്കി. എന്നിട്ട് ആ വിസിലടിച്ച് വെച്ച ചിക്കനെ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് ഇനി ഒന്ന് വെളിച്ചെണ്ണയിലേക്ക് ഓയിലിട്ട് ജസ്റ്റ് ഒന്ന് 2 ഭാഗം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓവർ പൊരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ തിരിച്ച് മറിച്ചിട്ട് പൊരിച്ചെടുത്തിട്ട് ഇനി നമുക്ക് നല്ല അടിപൊളി ഷവായ മസാല അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഷവായ പരുവത്തിലാക്കി എടുക്കണം. ഞാൻ ചിക്കൻ ഇവിടെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വലിയ പീസാക്കണേ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മസാലേൻ്റെ ബാക്കി മസാലേനെ ഒന്ന് തിക്കാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇങ്ങോട്ട് തിക്കാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷവായ റെഡി ആയിട്ടുണ്ട്. ഷവായ ചിക്കൻ നിങ്ങൾ ട്രൈ ചെയ്തോളൂ, നല്ല മസാലയാണ് കേട്ടോ. അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ അതായത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ക്യാപ്സിക്കം, ഉള്ളി, മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ മാഗി ക്യൂബ് മസ്റ്റാണ് കേട്ടോ മന്തിക്ക്. അപ്പോൾ ഒരു 2 മാഗി ക്യൂബും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അപ്പോൾ ഇനി ഞാൻ പൊതുവേ ഇതുവരെ നോർമൽ മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊരു വെറൈറ്റിക്ക് ഷവായ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് കുരുമുളക് പിന്നെ നമ്മുടെ മന്തീൻ്റെ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് സെറ്റാക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മന്തീൻ്റെ ബാക്കി മസാല കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ ഷവായേൻ്റെ കുറച്ച് മസാല ഉണ്ട്, അത് നമുക്ക് ഇതിലിടണം കേട്ടോ. അപ്പോൾ ചോറ് 2 ലെയർ ആക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ മസാല അല്ലേ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചിക്കൻ്റെ ഫ്ലേവറും ആ മസാലേൻ്റെ ഫ്ലേവറും എല്ലാം റൈസിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അടിപൊളിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പുകച്ചും കൂടെ എടുക്കണം. അതിന് വേണ്ടി ചിരട്ട ഇവിടെ കത്തിക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ലെയർ
അങ്ങനെയൊക്കെ ചെയ്ത് ചിക്കനൊക്കെ നിരത്തി അതിൻ്റെ മുകളിൽ ഒരു 5-6 പച്ചമുളകും കൂടെ കുത്തി വെച്ചിട്ട് ചിരട്ടക്കണൽ അങ്ങോട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല പുകമയമുള്ള മന്തി റെഡി. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിച്ചു അടിപൊളിയാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ പോയാണ് ഞങ്ങളും കഴിച്ചു കേട്ടോ. ഒരു വെറൈറ്റി ഗൈസ്. ഷവായ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്ന അതേപോലെ വേണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള നല്ല ഷവായ മന്തി ആയിരുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറയൂ കേട്ടോ. അപ്പം എനിക്കിതിൽ ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഉള്ളത് എങ്ങനെയൊക്കെയോ എടുത്തു. പിന്നെ ബൈ ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും കാണാം. ബൈ ബൈ.